നമസ്കാരം ട്രേഡേഴ്സ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നിഫ്റ്റി അങ്ങനെ 4 ദിവസത്തെ ഒരു തുടർച്ചയായ റാലിക്ക് ശേഷം ഇന്നലെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമ്മുടെ ഐ ടി കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരികയാണ്. ടി സി എസിൻ്റെ റിസൾട്ട് ഇന്ന് വരും. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ ഐ ടി കമ്പനീസിൽ ഫ്രഷ് ബൈയിങ് കണ്ടു. എന്നാൽ ഓട്ടോ സെക്ടർ നെഗറ്റീവിൽ പോയി. അതിനുശേഷം യൂറോപ്യൻ മാർക്കറ്റിലോ യു എസ് മാർക്കറ്റിലോ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഹമാസായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് പ്രസ്താവനകൾ ട്രംപ് നടത്തി. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള സംഘർഷം ഇനി സംഘർഷത്തിന് അയവുണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇതൊന്നും മാർക്കറ്റിനെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് ഇപ്പോൾ Q2 റിസൾട്ടും ആണ്. Q2 റിസൾട്ടിൻ്റെ ടി സി എസിൻ്റെ റിസൾട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $4000 per ounce എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് 255 പോയിൻറ്റിൻ്റെ ഒരു റാലി, ഓൾ ടൈം ഹൈ ആണ്. ഡോ എന്ന ഫ്ലാറ്റായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് ഫർദറായിട്ട് 644 പോയിൻറ്റിൻ്റെ റാലിയിലും കൊറിയയും ചൈനയും എല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്. ഡോ ഫ്യൂച്ചർ കാണാൻ പറ്റുക ടോപ്പ് ചെയ്ത് മൂന്നാമത് 40 പോയിൻ്റ് അപ്പാണ്. ബിറ്റ് കോയിന് 700 പോയിൻ്റ്, തൊട്ട് താഴെ 700 പോയിൻ്റ് അപ്പാണ്. ഗോൾഡ് 21 പോയിൻറ്റിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. പക്ഷേ ഗോൾഡ് നമുക്കറിയാം ഓൾ ടൈം ഹൈ ആണ്. വളരെ ശക്തമായിട്ട് ഗോൾഡ് മുന്നോട്ട് പോയി. നമ്മുടെ മാർക്കറ്റിൽ ടി സി എസിൻ്റെ റിസൾട്ടാണ്. HCL ടെക്കിൻ്റെ റിസൾട്ട് ഉണ്ട് 10-ാം തീയതി. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട് നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ അത് ഉപകാരപ്പെടും. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യം എസ്കോട്ട് കുബൂത്ത കമ്പനി, അവർ 2000 കോടി രൂപ ഇവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കാനായിട്ട് പോവുകയാണെന്നുള്ള ന്യൂസ്. ലുപ്പിൻ കമ്പനി അവിടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഫ്ലോറിഡയിൽ അവർ ലോഞ്ച് ചെയ്തു. GR ഇൻഫ്ര പ്രൊജക്റ്റ് ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കിട്ടി. പ്രസ്റ്റീജ് റിയാലിറ്റി കമ്പനിയാണ്. അവിടെ പ്രീ സെയിൽസ് എല്ലാം തന്നെ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 50% ഒരു വളർച്ച കൈവരിച്ചു എന്ന് കമ്പനി പറയുന്നു. സെൻകോ ഗോൾഡ് ഇയർ ഓൺ ഇയർ ഇവരുടെ ടോട്ടൽ റവന്യൂ ഏകദേശം 6.5% ഒരു വളർച്ച കമ്പനി കൈവരിച്ചു. കോൺകോർ കമ്പനി ലോജിസ്റ്റിക് കമ്പനിയാണ്. 10% ഇയർ ഓൺ ഇയർ ഇവരുടെ ട്രാൻസ്പോർട്ട് വോളിയം വർദ്ധിച്ചു എന്ന് കമ്പനി പറയുന്നു. അശോക ബിൽഡികോൺ കമ്പനി 882 കോടി രൂപക്ക് ഇവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള അശോക കൺസെഷൻസ് കമ്പനീനെ അക്യൂർ ചെയ്തു. HFCL കമ്പനി $34 മില്യൺ ഓർഡർ ലഭിച്ചു. നിരവധി കൺസ്ട്രക്ഷൻ കമ്പനി 144 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സൺഫാർമ ഇവരുടെ അമാൽഗമേഷൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം. താങ്ക് യു.